കഴിക്കുന്നതല്ല. പിന്നെ പിന്നെ ചിക്കൻ ഉണ്ട്. ആ ചിക്കൻ ഇഷ്ടമായിരിക്കും. അത്രയും പിന്നെ ഇതെന്താന്നറിയില്ല, ഇത് എന്താണെന്നറിയില്ല. എന്തോ ഒരു ഫിഷിന്റെ എന്തോ ചിക്കൻ നഗറ്റ്സ്. അപ്പൊ എക്സ്ട്രാ ബേബിക്ക് നമ്മൾ ഇത്രയാണ് എടുത്തത് കേട്ടോ. അത്ര മതി മതി മതി. അടുത്ത മോമോസും കൂടെ എടുത്തിട്ടുണ്ട്. ഗുഡ്. അപ്പം എക്സ്ട്രയ്ക്ക് ഇരുന്നു. ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. യമ്മിയാണോ? യമ്മി? അപ്പം മേസ്ട്ര ബേബി കഴിക്കാൻ വേണ്ടി പോവാണ്. ഇനി അടുത്ത ഷാൻ എടുക്കാൻ പോകുന്നത്. അപ്പം ഷാനാണ് അടുത്ത് എടുക്കുന്നത്. ഷാൻ റൈസാണ്, ഫ്രൈഡ് റൈസാണ് എടുക്കുന്നത്. ഫ്രൈഡ് റൈസ്. ഇത് റിൻഡ, ഇത് ബീഫാണ്. പിന്നെ കുറച്ച് പയർ എടുക്കുന്നുണ്ട്. പിന്നെ ഷാൻ അവിടെയാണ് പോകുന്നത്. ഡക്കാണ് കേട്ടോ അത്. പിന്നെ സോസ് എടുക്കുന്നുണ്ട്. മോമോസ്. അപ്പം ഷാന്റെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം ഞാനാണ് എടുക്കുന്നത്. അപ്പം ഞാൻ റൈസ് എടുത്തു. പിന്നെ ഇത് ബീഫിൻ്റെ ഒരു സംഭവമാണ്. അപ്പം അത് ഇച്ചിരി എടുത്തു. പിന്നെ ഒരു പ്രോൺസ്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രൊക്കോളി. എല്ലാം ഞാൻ ഓരോന്നോരോന്ന് എടുത്തു. പിന്നെ ഇച്ചിരി ഇത് മഷ്റൂം എനിക്കിഷ്ടമാണ്. അടുത്ത ഇവിടെ ഇതും പ്രോൺസിൻ്റെ ഒരു ഇതാണ് അത്. പിന്നെ ഒരു മോമോസ്. ഇത്രയാണ് ഞാനെടുത്ത. ഇച്ചിരി സോസും കൂടെ എടുക്കട്ടെ. ഇത്രയാണ്. ഓക്കെ. അപ്പം നമ്മൾ ഇനി എക്സ്ട്രാ ഷാൻ കല്ലുമേക്ക എടുക്കാൻ പോകുന്നുണ്ട്. പ്രോൺസ് എടുക്കുമോ? കഴിഞ്ഞ തവണ കല്ലുമേക്ക എടുത്തു കഴിഞ്ഞപ്പോൾ അത്രയും അല്ലേ. അപ്പം നമ്മളിത് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എടുത്ത് കൊടുത്താൽ മതി. എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ ഇതാണല്ലോ ബുഫേലാണ്. അപ്പോൾ പിന്നെ കിങ് ഈ പ്രോൺസ് മതി, ഒരുപാട് വേണ്ട. എനിക്കറിയില്ല, എനിക്ക് പ്രോൺസിനോട് എന്തൊക്കെയോ ഒരു ഇതാണ് കേട്ടോ. ഇത് നോക്കുക, ഇതിവിടെ നല്ല രസമുണ്ട് ഈ ലൈറ്റൊക്കെ കാണാൻ. സത്യം പറഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. വേറെ ആരും ഇല്ല. ഇവിടെ ഉണ്ട് കുറേ എന്തൊക്കെയോ. സൂഷിയുടെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. സൂഷിയുടെ ഐറ്റംസ് ആണ്. പക്ഷെ എനിക്ക് സൂഷിയോടൊന്നും താല്പര്യമില്ല. അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ കഴിക്കാണ്. ഇത് പൈനാപ്പിളിൻ്റെ പഴംപൊരി പോലത്തെ സാധനം കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ പഴംപൊരി തന്നെ, പഴം അകത്ത് ഇത് ചെയ്ത. അപ്പം ഞാനങ്ങനെ ഇത് പൈനാപ്പിളിൻ്റെ പഴംപൊരി നന്നായിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്. ഞാനെടുത്ത ഫ്രൈഡ് റൈസാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്.
പിന്നെ മഷ്റൂം. ഇവിടെ നമുക്കെല്ലാം ഇങ്ങനെ എടുത്ത് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ബീഫും ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി എനിക്ക് കുറച്ച് ഇത് ആടൻകുട്ടനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എന്താണ് നമ്മുടെ പൈനാപ്പിളിൻ്റെ പഴംപൊരി എടുത്തത്. മേക്കായൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്യാൻ ലൈവായിട്ട്. അപ്പം നമുക്ക് ഇതായെന്ന് തോന്നുന്നു. കുക്കായി കഴിയുമ്പോൾ അവർ കൊണ്ടുവരും. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളുടെ ആപ്പിൾ ജ്യൂസ് ആണ് കേട്ടോ ഇത്. ആപ്പിൾ ജ്യൂസ് എന്ന് പറയാനൊക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഉള്ള ഒരു ആപ്പിളിൻ്റെ ഇത്. നമ്മൾക്ക് ഞാൻ ബ്രൊക്കോളി കൊടുത്തു, അത് തിരിച്ചു തന്നു. ഇതാണ് അപ്പം നമ്മളുടെ കല്ലുമ്മേക്കായും നമ്മുടെ കിങ് പ്രോൺസും കുക്ക് ചെയ്തുകൊണ്ട് വന്ന കേട്ടോ. ഇതാണ് നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്തത്, ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാം. ഇടയിൽ ഒന്ന് വെക്കട്ടെ. ഇതാ കണ്ടോ, കല്ലുമ്മേക്ക ഷെല്ലോട് കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രോൺസ് എങ്ങനെയുണ്ട്? എല്ലാവരും കഴിക്കുന്നത് എല്ലാവരും ഭയങ്കര കഴിപ്പൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റില്ല. ഞങ്ങളങ്ങനെ എന്താണ് അധികം വയറുള്ളവരല്ല കേട്ടോ. നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇച്ചിരി കഴിച്ച് കഴിയുമ്പോൾ നിർത്തും. ചിലവരൊക്കെ ഇങ്ങനത്തെ കടയിൽ വരുന്നത് വയറ് വാടകയ്ക്ക് എടുത്ത് പിന്നെ അടുത്ത തലേ ദിവസം തൊട്ടും ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ദിവസം തൊട്ടൊന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് വരുന്നവരുണ്ട്. അപ്പം ശാന്ത കല്ലുമ്മേക്ക കഴിക്കാൻ പോകണം. എങ്ങനെയുണ്ട്? എല്ലാം നമുക്ക് തരുവാണ്, ഒന്നും കഴിക്കുമല്ല. ഇതിൻ്റെ ഫുഡ് കണ്ടിട്ട് ഏത് കഴിക്കണം എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് എസ്രയുടെ ഒരിത്. പിന്നെ എനിക്ക് മോമോസ് കിട്ടി, ആടൻകുട്ട എടുത്തോണ്ട് വന്നു. മോമോസ് ഉണ്ടാക്കിയിട്ട് ഇവർ ഫ്രൈ ചെയ്തേക്കുക കേട്ടോ, ഡീപ്പ് ഫ്രൈ ചെയ്തേക്കുക. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പണ്ട് ഇവിടെ ഒരു അലപ്പറയുണ്ട്. പണ്ട് ഞാൻ ബാംഗ്ലൂരിലാകുമ്പോഴേ ഇതിൻ്റെ മോമോസ് ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റ്. ഇനി ഞാൻ പ്രോൺസ് ഒന്ന് കഴിച്ച് കാണിക്കാം. പ്രോൺസ് ഷെല്ലോട് കൂടിയുള്ള പ്രോൺസ് ആണ്. നമുക്ക് ഷെല്ലിങ്ങനെ മാറ്റണം. എനിക്കറിയില്ല, ഷെല്ലോട് കൂടി കഴിക്കുന്നവരുണ്ടോ? മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. ഉപ്പും ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു വിനാഗിരി വെച്ചിട്ടുള്ളൊരു സോസും. അതിൻ്റെ ഒരു പ്യുവർ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. നാട്ടിലൊക്കെ നമ്മൾ പ്രോൺസിന് വെക്കാൻ മസാല ഇട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഏമേ എൻ്റെ കൈയൊക്കെ മെസ്സാവുന്നത് തുടയ്ക്കാൻ ഇതെടുത്ത് തുടയ്ക്കുന്നുണ്ട്. കുട്ടനെല്ലാം കഴിഞ്ഞ് ഫ്രൂട്ട്സും കഴിപ്പ് തുടങ്ങി. അപ്പോൾ ഇതാ നമ്മുടെ ലിച്ചിയും പിന്നെ വാട്ടർമെലനുമാണ് ആടൻകുട്ടൻ എടുത്തേക്കുന്നത്. എസ്ര ബേബി ആണെങ്കിൽ വാട്ടർമെലൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരമാണോ ഒന്ന് അടങ്ങിയത്. ഡ്രസ്സ് മുഴുവൻ ഇപ്പോൾ കുളമാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് കഴിക്കാനാട്ടോ. ഞാനെടുത്ത ഫ്രൂട്ട്സാണ് എന്താ ലിച്ചി, കുറച്ച് ഗ്രേപ്സ്, 2 ഗ്രേപ്സ്, പിന്നെ എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, പൈനാപ്പിൾ. അപ്പം ഞാൻ എസ്ര ബേബിക്കൊരു വാട്ടർമെലണും കൂടെ എടുത്തായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞത്. ബാക്കിയുള്ള ബിയറൊക്കെ ഒഴിച്ച് കുടിക്കുകയാണ്. എൻ്റെ ജ്യൂസ് ഇവിടെ വരെ ആയതേ ഉള്ളൂ. ആടൻകുട്ടൻ്റെയും ജ്യൂസുണ്ട്. ആടൻകുട്ടനുള്ള വാട്ടർമെലൺ കുടിച്ചുകൊണ്ടും പിന്നെ ക്യാൻഡി കഴിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. പിന്നെ ഇതാണ് നമുക്ക് അവരെ എന്തെങ്കിലും കോൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് കോളിംഗ് ബെല്ല. അപ്പോൾ അവർ വരും കേട്ടോ. ലിച്ചിക്ക് അപാര ടേസ്റ്റ്.
കണ്ടോ, ലിച്ചിയുടെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മളെ ഈ പഞ്ചസാരയൊക്കെ ഇട്ട് ഉപ്പിലിട്ട് വെച്ചേക്കുന്ന പോലെയാണ് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇച്ചിരി വെള്ളത്തിലൊക്കെ ഇട്ട്. പിന്നെ എൻ്റെ പൈനാപ്പിൾ, എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് പൈനാപ്പിൾ. സത്യം പറയാലോ ഗൈസ്, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ കുഞ്ഞാണെങ്കിൽ കിടന്ന് അലക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ റബ്ബറിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അന്നും എനിക്ക് ഫേവറേറ്റ് പൈനാപ്പിൾ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഈ പൈനാപ്പിൾ കഴിക്കുമ്പം കിട്ടുന്നുണ്ട്. പക്ഷെ അത്രയും ടേസ്റ്റ് ഒന്നും വരില്ല ഇവിടുത്തെ പൈനാപ്പിൾ. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു എൻ്റെ ഫേവറേറ്റ്, എനിക്ക് എവിടെ കണ്ടാലും പ്രഗ്നൻസി വരെ ഞാൻ പൈനാപ്പിൾ കഴിക്കുന്ന ആളാണ്. എനിക്കറിയില്ല, പൈനാപ്പിൾ കഴിച്ച് ചിലപ്പോൾ നാക്ക് വരെ പൊട്ടിയാൽ പോലും ഞാൻ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. എനിക്കത് അത്രയ്ക്ക് ഒരു ആത്മബന്ധമാണ് എനിക്ക് പൈനാപ്പിളുമായിട്ട്. അവരെല്ലാം റെസ്റ്റോറൻറ്റ് അടയ്ക്കാറായല്ലോ, അടച്ചു. ഇനി ആരും കയറ്റില്ല. നമ്മളോട് ഇറങ്ങിപ്പോയാൽ അവർക്ക് സമാധാനമായിട്ട് ക്ലീൻ ചെയ്ത് അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കുക. പിന്നെ ഇനി വൈകിട്ട് 5 മണിക്ക് പിന്നെ റീ ഓപ്പണിംഗ് ഉള്ളൂ. അതുകൊണ്ട് അവിടെ പണിക്കാരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ പ്ലേറ്റ് എടുക്കാൻ വന്ന് അങ്ങനെ നമ്മൾ കഴിക്കുന്നു എടുത്തോണ്ട് പോകും, ഒരു കഴിക്കും എടുത്തോണ്ട് പോകും. കാരണം അവർക്കിപ്പം ഇൻ്റർവെല്ലാണ്. അതിന് ശേഷം അവർ പോയി റെസ്റ്റ് എടുത്ത് പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ട് വേണം 5 മണിക്ക് പിന്നെയും എല്ലാം ഫില്ല് ചെയ്തിട്ട് ഈ വൈകിട്ടത്തേനുള്ള ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇതും അവരുടെ കൊടുത്തത്. ക്യാമറേനെയാണ് മമ്മിന്ന് വിളിക്കുന്നത് കേട്ടോ. ക്യാമറയാണ് അവളുടെ മമ്മി. ഇന്നിട്ടിരിക്കാൻ തുടങ്ങി. വീട്ടിലെ പോലെ കഴിച്ചു കഴിയുമ്പോൾ അവൾ ഇന്നിട്ടിരിക്കും. എന്നിട്ട് എന്നെ എടുക്കെന്ന് പറഞ്ഞോണ്ടേക്കും. കേട്ടോ, അവർ ക്ലീൻ ചെയ്തെടുത്ത് മാറ്റുന്ന കേട്ടോ. അങ്ങനെ നമ്മളായിരുന്നു കേട്ടോ. വേറൊരുത്തി ടേബിളിൻ്റെ മുകളിലേക്ക് കയറി വരും എൻ്റെ ജ്യൂസ് കുടിക്കാൻ. നമ്മളിങ്ങനത്തെ ഉള്ള ജ്യൂസൊന്നും കൊടുക്കാറില്ല പുള്ളിക്കാരിക്ക്. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള കടയിലൊക്കെ ചെന്ന് കിട്ടുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ. ഇപ്പം ഡാഡാന്നൊന്നും അല്ല ഇപ്പം എസ്ട്ര ബേബി വിളിക്കുന്നത്. ഞാൻ ഷാന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഷാന്നും പറഞ്ഞ ഷാൻ്റെ പുറകെ നടക്കുന്നത്. മുഖം കഴുകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പപ്പ എങ്ങനെ ഉണ്ടായിരുന്നു ആടം ഫുഡ്? ഗുഡ്. ദേവൻ ആടൻകുട്ടന് സൂഷി വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ വേണ്ടടാ, അത് കുക്ക്ഡായിട്ടുള്ള ഫുഡല്ലല്ലോ. നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവരിവിടെ വരും. ഇതാണ് എസ്ട്ര ബേബി പിടിച്ച് ക്ലിക്ക് ചെയ്ത് കേട്ടോ. Danke. 28,20. Ja. Mit Karte. Die Karte, ja? 26. നോക്കാം. നമുക്കിങ്ങനെ നമുക്ക് ലക്കി ഇത് നോക്കുന്ന ഇതുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്കൊരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം തരും. നമ്മളുടെ എന്താണ് നമുക്കുടെ ലക്കെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആടൻകുട്ടന് കിട്ടിയത് യു ആർ ആക്ടിങ് വെരി വൈസ്ലി. ഓ മൈ ഗോഡ്, ഭയങ്കര ഇതായിട്ടാണ് ആടൻകുട്ടൻ ചിന്തിച്ചാണ്, ഡെങ്കൻ ചെയ്താണ് ആടൻകുട്ടൻ ബിഹേവ് ചെയ്യുന്നതെന്ന്. അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ട്. ഇനി എസ്ട്ര ബേബി എടുക്കാൻ പോവാണ്. വെയിറ്റ് ചെയ്യേ, ഞാൻ ക്യാമറ ബാക്ക് ആക്കാം. എസ്ട്ര അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 58 യൂറോ ആയിരുന്നു. 60 യൂറോ നമ്മൾ മൊത്തം ടിപ്പായിട്ട് കൊടുത്തു. അപ്പൊ എസ്ട്ര ബേബിയുടെ എന്താ നോക്കട്ടെ. ഇതായിരുന്നു ആടൻകുട്ടൻ്റെ. എസ്ട്ര ബേബിയുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ ഫോർ അതേഴ്സ് യു വിൽ ബി റിവാർഡഡ്. ഇതാണ് എസ്ട്ര ബേബിയുടെ. അവളുടെ എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യാറുണ്ട്. കെയർ ഫോർ അവൾ അതേഴ്സിന് വേണ്ടി കെയർ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു കുട്ടി തന്നെയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും മീൻസ് എന്താ എൻ്റെ അടുത്ത് വന്ന് തന്നെ ഹഗ് ചെയ്താണെങ്കിലും ഇങ്ങനെ മീൻസ് എന്തെങ്കിലും ഒരു തുമ്മലോ അങ്ങനെയൊക്കെ വരുമ്പോഴാണെങ്കിലും അവൾ നമ്മളെ കെയർ ചെയ്യും. അടുത്ത ശാന്തി എന്താന്ന് നോക്കട്ടെ.
ഷാൻ്റെ ഹെൽപ്പ് എന്തോ നോക്കട്ടെ. ഇൻ കേസ് യു ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ ഹെൽപ്പ്, ഇറ്റ് ഈസ് ഓൺ ദി വേ. അപ്പം ഷാൻ്റെ സത്യമാണ്, തീർച്ചയായിട്ടും സത്യമാണ്. ഷാൻ്റെ ഹെൽപ്പുമായിട്ട് വരുന്നതാണ് ഷാൻ്റെ ഭാര്യ. ഷാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ സ്തൂപം പോലെ നിൽക്കും. അപ്പം ഞാൻ ചെല്ലും, അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്യും. അത് സത്യമാണ്. ഇനി അടുത്ത എൻ്റെ ഷാൻ തന്നെയാണ് പൊട്ടിക്കുന്നത്. എൻ്റെ എന്താണോ ഗൈസ്, oh my god, an adventure is coming guys, an adventure is coming. എന്താണോ നിങ്ങൾ എനിക്ക് അഡ്വഞ്ചർ എന്താണോ an adventure is coming എന്നാണ് എനിക്ക് കിട്ടിയത്. എന്താണോ കമൻറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഹോപ്പിംഗ് ഫോർ ദ ഗുഡ് ആൻഡ് ബെസ്റ്റ്. നമ്മൾ എടുത്തുകൊണ്ട് വന്ന കിൻഡറിൻ്റെ കിഡ്സിൻ്റെ സീറ്റ് കൊണ്ടുവെക്കുന്ന കേട്ടോ. അപ്പോൾ കൊണ്ടുവച്ചോളൂ ഗൈസ്. നമ്മൾ തന്നെ എടുത്തുകൊണ്ട് വരും, നമ്മൾ തന്നെ തിരിച്ചു വെക്കും. ഇന്ത്യയിലാണെങ്കിൽ എന്താണ് നമ്മുടെ വെയിറ്റർ എടുത്തുകൊണ്ട് വരും, അവരെ തന്നെ തിരിച്ചു വെക്കും. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അവരത് കൊണ്ടുവെക്കാണ് കേട്ടോ. ഞാൻ മാക്സിമം കുടിക്കാൻ വേണ്ടി ശ്രമിച്ചു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ അവസാനം നിർത്തി, മതിയായി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. വെയിറ്റ് ചെയ്യേ, എൻ്റെ സാധനങ്ങളൊക്കെ, എൻ്റെ ക്യാമറയുടെ സാധനം കേട്ടോ. ഓക്കെ, എപ്പോഴും ഞാൻ പോയി യാത്രയിൽ കൂടെ കൊണ്ടുവരിക. എവിടെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ പോയിട്ടുണ്ടോ? അപ്പോൾ പേടിക്കണ്ട, നമുക്ക് വണ്ടി കയറിയിട്ടില്ല. ഞാൻ ഈ ബാഗിൽ കൊണ്ട് നടക്കുന്നത് എക്സ്ട്രാ ബേബിക്ക് ചിലപ്പോൾ ഡൈപ്പറിൻ്റെ ആവശ്യം വന്നാലോ, ഞാൻ ഡൈപ്പറൊക്കെ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ കണ്ണാടിയെല്ലാം മറന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സാധനം എല്ലാം ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങാം. കണ്ടോ, എല്ലാം ക്ലീൻ ചെയ്തതാണ് കേട്ടോ. എല്ലാം പുതിയ സാധനങ്ങളൊക്കെ ആക്കി അത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത നമ്മൾ വന്ന് അടുക്കള ഒഴിപ്പിച്ചു എന്ന് കേട്ടിട്ടില്ലതാ, എല്ലാം ഒഴിഞ്ഞു. ചാവ് ഇവിടുത്തെ ഫിഷീസിനെയൊക്കെ ഞാൻ കാണിച്ചിട്ടില്ലേ, നല്ല നല്ല അക്വേറിയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഫുഡും കഴിഞ്ഞു ഇറങ്ങാണ് ഗൈസ്. ഇറങ്ങി ഇത് കണ്ടോ, ഇത് നമ്മളുടെ വീൽ ചെയർ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കയറി വരാൻ. ഇവിടെ വേറെ ലിഫ്റ്റ് ഒന്നുമില്ല. അപ്പം ഇത് താഴെ പോയിട്ട് ഇതിങ്ങനെ നിവർന്ന് നിന്നതിന് ശേഷം അവർ അതിൽ വീൽ ചെയർ കയറ്റി വെക്കുമ്പോൾ നമുക്ക് മേളിലോട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പതുക്കെ ഇറങ്ങാണ് കേട്ടോ. ഇനി അവർ രണ്ടുപേരുടെ മരം ചുറ്റി നടക്കുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഷാനി റെസ്റ്റോറൻറ്റ്? ഗുഡ്. ആടത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളതാണ്, ഇത് കണ്ടോ, ഇത് നമ്മളുടെ സിഗരറ്റ് എടുക്കുന്ന മെഷീനാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതാ കണ്ടോ, പല വെറൈറ്റീസ് ഓഫ് സിഗരറ്റ് ഉണ്ട്. ഇതാ അതിൻ്റെ എല്ലാം ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുവഴി നമുക്ക് സിഗരറ്റ് എടുക്കാവുന്നതാണ്. ഇതാ കാർഡ് വെച്ച് സിഗരറ്റ് എടുക്കാം, അല്ലാണ്ട് പൈസ ഇട്ടും സിഗരറ്റ് എടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഇതാണ്ടോ ഇത്രയും 50 സെൻറ്റ്, 1 യൂറോ, 2 യൂറോ ഇതിൻ്റെയൊക്കെ ഉണ്ട്. പിന്നെ നോട്ട് വേണമെങ്കിൽ നോട്ട് ഇതാണ്ട് ഇത് കയറ്റി വിടാം. അപ്പം ATM കാർഡ് വെക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ്. പിന്നെ ഇതുവഴി നമുക്ക് സാധനം കിട്ടും. നമ്മളിങ്ങനെ ഉപയോഗിക്കാറില്ല, ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. എന്താണ് ഇത് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം, ബട്ട് സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കും അല്ലേ. പിന്നെ മസ്റ്റായിട്ട് ID കാർഡ് കാണിക്കണം കേട്ടോ. നമുക്ക് ഇത്ര 18 വയസ്സിന് മേലിലുണ്ടോ എന്നുള്ള ID കാർഡും നമ്മൾക്ക് കാണിക്കണം. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി, പക്ഷേ അതും കാണിക്കണം. അപ്പം നമ്മളുടെ ഇന്നത്തെ ചൈന റെസ്റ്റോറൻറ്റിലെ വ്ളോഗ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ബൊഫേയിലെ ഫുഡൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.